ആത്മകഥകൾ നമ്മൾ വായിക്കാറുണ്ട്, ചരിത്രങ്ങൾ വായിക്കാറുണ്ട്. ഈ ആത്മകഥകളും ചരിത്രങ്ങളുമൊക്കെ വിജയിച്ചവരുടെ കഥകളാണ് നമ്മൾ വായിക്കുന്നത്. വിജയിച്ചവരുടെ കഥകൾ വായിക്കാൻ സവിശേഷമായ ഒരു ഭംഗിയുണ്ട്. അതിൽ ചില സമാനതകളും ഉണ്ടാവും. ചില കുതിച്ചുചാട്ടങ്ങളുടെ കഥ, ചില മനുഷ്യരുടെ പിന്തുണ, ചില ദൈവികമായ കയ്യൊപ്പുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ. എന്നാൽ പരാജയപ്പെട്ടവരുടെ കഥ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ വായിക്കേണ്ടതുണ്ട്. ജീവിതത്തോട് അല്ലെങ്കിൽ പല കാര്യങ്ങളോടും ഒരാൾ പുലർത്തുന്ന സമീപനം അയാളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ചിന്ത കൂടി ഈ വിജയിച്ച കഥകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണകരമായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ ഓർത്തുപോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും രാംകാന്ത് അച്ചരേക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റിലെ ഒരു മഹാഗുരു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറുടെ ഗുരുവായ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരെ ആ ദൃശ്യങ്ങളിൽ കാണിക്കുകയുണ്ടായി. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സച്ചിൻ തെണ്ടുൽക്കർ, മറ്റൊരാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും എങ്ങും കാണാതെ പോയൊരു മനുഷ്യൻ, വിനോദ് കാംബ്ലി സച്ചിൻ്റെ മുന്നിൽ ഇരിക്കുന്ന രംഗവും സച്ചിനെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രംഗവും ഒരു പടുവൃദ്ധൻ്റെ കോലവും ഒക്കെയായി കാണുമ്പോൾ ഒരു മനുഷ്യൻ വിജയത്തെ, നേട്ടത്തെ, ഉയരത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് സംഭവിച്ചതിലൂടെ കടന്നുപോയ വഴികളുടെ കഥയാണ് പറയുന്നത്. ശാരദാശ്രമം സ്കൂളിന് വേണ്ടി 636 638 റണ്ണിൻ്റെ ഒരു കൂട്ടുകെട്ട്, റൺ മല എന്ന് ക്രിക്കറ്റ് ചരിത്രത്തിൽ പറയാവുന്ന മല തീർക്കുമ്പോൾ അതിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അതിൽ മുൻതൂക്കം വിനോദ് കാംബ്ലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. കറുപ്പിൻ്റെ കരുത്ത്, നല്ല ശരീരവടിവ്, ടെക്നിക്കൽ പെർഫെക്ഷനിൽ മികച്ചവൻ, പല ഘട്ടങ്ങളിലും എല്ലാ അർത്ഥത്തിലും കൂടെയുള്ള പാർട്ട്ണറേക്കാൾ ഒരു പടി മുന്നിൽ നിന്നവനാണ് വിനോദ് കാംബ്ലി. ഇരുവരും ഒരുമിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വന്ന പാടെ തന്നെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ടെസ്റ്റ് മാച്ചാണ്. ഏകദിനം പോലെ ഒറ്റപ്പെട്ട ചില മുന്നേറ്റങ്ങളല്ല ടെസ്റ്റ് മാച്ചിൽ ഒരു സെഞ്ചുറി അടിക്കണമെങ്കിൽ നിന്ന് കളിക്കണം, ക്ഷമ വേണം, ടെക്നിക്കൽ പെർഫെക്ഷൻ വേണം, അതോടൊപ്പം സ്റ്റാമിന വേണം. അരങ്ങേറ്റത്തിൽ തന്നെ തുടർച്ചയായി 2 ഡബിൾ സെഞ്ചുറികൾ അടിച്ച കളിക്കാരൻ്റെ പേരാണ് വിനോദ് കാംബ്ലി. ഇംഗ്ലണ്ടിനെതിരെ 224, സിംബാബ്വെക്കെതിരെ 227. ഓർക്കണം, സച്ചിൻ തെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി അടിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ വിനോദ് കാംബ്ലി തുടക്കത്തിലും വളരെ മനോഹരമായി കളികളിൽ നിറഞ്ഞു നിന്നിരുന്ന വിനോദ് കാംബ്ലിയുടെ ചടുലമായ ബാറ്റിംഗ് മികവ് ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ കവിത രചിക്കുന്നത് പോലെ മനോഹരമായിരുന്നു. നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ വളരെ കണ്ണു നിറഞ്ഞ് കണ്ടതാണ് വിനോദ് കാംബ്ലിയുടെ കളിയുടെ ചടുലത, പെർഫെക്ഷൻ. അയാൾ ചില സന്ദർഭങ്ങളിൽ ഗവാസ്കർ ആയിരുന്നു, മറ്റു ചില സന്ദർഭങ്ങളിൽ കപിൽ ദേവിൻ്റെ സ്ട്രൈക്കിംഗ് മികവുണ്ടായിരുന്നു, മറ്റു ചിലപ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ്റെ റിസ്റ്റ് വർക്കിൻ്റെ മനോഹാരിത അദ്ദേഹത്തിൽ കാണാമായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കാണുന്നത് ഈഡൻ ഗാർഡൻസിൽ ഒരു സെമി ഫൈനലിൽ തോറ്റ് കയറുമ്പോൾ കാണികൾ കൂക്ക് വിളിച്ച് കുപ്പികൾ എറിയുമ്പോൾ കണ്ണ് തുടച്ച് കയറിപ്പോകുന്ന നിസ്സഹായനായ വിനോദ് കാംബ്ലിയെയാണ്. പിന്നെ അയാളെ നമ്മൾ കണ്ടില്ല. അയാളുടെ കാഴ്ചകൾ മുഴുവൻ പിന്നെ രാത്രി സഞ്ചാരങ്ങളിലായിരുന്നു, പിന്നീട് പലതരം കേന്ദ്രങ്ങളിലായിരുന്നു, ലഹരിയുടെ ലോകത്തായിരുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എവിടെയൊക്കെയോ സഞ്ചരിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയായ ലിറ്റിൽ മാസ്റ്റർ എന്ന സച്ചിൻ തെണ്ടുൽക്കർ ഗ്രൗണ്ടിൽ നിറഞ്ഞാടുകയാണ്. അദ്ദേഹം നിറഞ്ഞാടുന്നത് കഴിവും സാങ്കേതിക മികവുമൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ക്യാരക്ടർ എന്ന് പറയുന്ന വലിയ ഒരു ഘടകം കൂടി ചേർത്ത് വെച്ചാണ്. എന്നാൽ വിനോദ് കാംബ്ലി ആകട്ടെ ഈ സഞ്ചാരങ്ങളിലൂടെ കടന്ന് എവിടെയൊക്കെയോ സഞ്ചരിച്ച് ലഹരിയുടെ കാണാത്ത ആഴക്കയങ്ങളിൽ മുങ്ങി ഇന്നൊരു മഹാരോഗിയെപ്പോലെ ആയിത്തീർന്നു എന്നതാണ് സത്യം. വിറയ്ക്കുന്ന കൈകൾ, വിതുമ്പുന്ന ചുണ്ടുകൾ, പാട്ടുപാടാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ എന്തൊക്കെയോ പാടിത്തീർക്കുന്ന ഒരു മനുഷ്യൻ. ഓർക്കുക, ലോക ക്രിക്കറ്റിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തേണ്ട ഒരാൾ എത്തിച്ചേർന്ന അവസ്ഥയാണിത്. ഇത്
വിജയം കൈകാര്യം ചെയ്യുമ്പോഴും നേട്ടം കൈകാര്യം ചെയ്യുമ്പോഴും സെലിബ്രേഷനായി ജീവിതത്തെ മാറ്റുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന ചില ദൃശ്യങ്ങളുടെ കാഴ്ചകൾ ഇതിലുണ്ട്. ഇതിൽ മനുഷ്യർക്കാകെയും ഒരുപാട് ഗുണപാഠങ്ങളുമുണ്ട്.